നമ്മളെല്ലാവരും ഇൻഡിവിജ്വലി ഭയങ്കര കോൺഫിഡൻ്റ് ആവണം, സ്മാർട്ട് ആവണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലേ? അങ്ങനെ ആയാൽ മാത്രമാണ് നമ്മുടെ ലൈഫിലെ പല ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഡ്രീംസ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും സ്മാർട്ടായിട്ടിരിക്കണം. അപ്പോൾ സ്മാർട്ടായിട്ട് എങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്മാർട്ടാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. സ്വയം സ്മാർട്ടാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കേട്ട് നോക്കൂ. നിങ്ങളിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊങ്ങച്ചം പറയുന്നതാണ്. ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, കാറുണ്ട്, വീടുണ്ട്, ബൈക്കുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ലൊരു പാർട്ട്ണർ ഉണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നല്ല ലുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കുക. നമുക്ക് എന്തുണ്ടെങ്കിലും, എന്ത് കമ്മ്യൂണിക്കേഷനിലാണെന്നുണ്ടെങ്കിലും അതിൽ നമ്മുടെക്കുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് തന്നെ നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി അതൊരിക്കലും ചെയ്യരുത്. സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും അങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കില്ല. കാരണം ഞാൻ എന്നുള്ള ഒരു സാധനത്തിനെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കുള്ള സാധനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ടല്ല. അതുപോലെ ബ്ലെയിം ചെയ്യുക, മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാണ്ട്, ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാണ്ട് അതിനും ബാക്കിയുള്ളവരെ കുറ്റം പറയുക. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മാർട്ടല്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾക്ക് എപ്പോഴും നല്ല ധാരണ ഉണ്ടായിരിക്കും. അവരെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്താൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി തങ്ങൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അതിന് അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള പക്ക ബോധം അത്തരക്കാർക്ക് ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മുടെ ലോകത്ത് എല്ലാവരും പെർഫെക്റ്റ് അല്ല അല്ലേ? എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പലർക്കും പല സ്കില്ലുണ്ടായിരിക്കും, പലർക്കും ആ സ്കില്ലുകളൊന്നും ഇല്ലാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഉള്ള പോലെയല്ല നിങ്ങളുള്ളത്, നിങ്ങളുള്ള പോലെയല്ല ഞാൻ ഉള്ളത്. നിങ്ങൾക്കുള്ള സ്കില്ല് എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എനിക്കുള്ള സ്കില്ല് നിങ്ങൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ? അപ്പോൾ ബിഹേവിയർ ആയാലും, ആറ്റിറ്റ്യൂഡ് ആയാലും, ക്യാരക്ടർ ആയാലും, അല്ലാന്നുണ്ടെങ്കിൽ സ്കിൽസ് ആയാലും, ലുക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ലോകത്തൊന്നും പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു ബോധം ഈ സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ, ഇപ്പോൾ 4 ആൾ കൂടുന്ന സ്ഥലത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ബാക്കിയുള്ളവരെ കുറ്റം പറയാനോ, അവരെ കുറവുകൾ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് എടുത്ത് പറയുക, അവരെ മിസ്റ്റേക്കുകൾ എടുത്ത് പറയുക, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡൊന്നും സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾ ചെയ്യില്ല. അവർക്ക് എന്തെങ്കിലും തെറ്റുകൾ പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനുണ്ടെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്ക് വിളിച്ചിരുത്തിയിട്ട് അവരുടെ തെറ്റുകുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ അവർ ശ്രദ്ധിക്കുകയുള്ളൂ. ഒരിക്കലും പബ്ലിക്കിൽ 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഒരിക്കലും ബാക്കിയുള്ളവരെ ബ്ലെയിം ചെയ്യാനോ, കുറ്റപ്പെടുത്താനോ, അല്ലെങ്കിൽ അവർ വീക്ക് പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനൊന്നും ഇത്തരക്കാർ ശ്രമിക്കില്ല. അതുപോലെ ഓരോ വ്യക്തികൾക്കും ഓരോരോ ഭംഗിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് ലുക്ക് ഇരിക്കുന്നത് അല്ലേ? ഇപ്പോൾ കുറേ വെളുത്ത, അല്ലെങ്കിൽ കുറേ ഇരുനിറം, കുറേ ബ്ലാക്കിഷ് ആയിട്ടുള്ള, അങ്ങനെ കളറിലാണെന്നുണ്ടെങ്കിലും ഫേസിൻ്റെ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും വട്ടമുകളുള്ളവർ, നീളമുകളുള്ളവർ, സ്ക്വയർ ഷേപ്പ് ഉള്ളവർ, അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മുടെ എന്താ പറയുക ഈ ശരീരത്തിൽ ഓരോ കാര്യങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ പോലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യണം. ചിലരുണ്ടതൊന്നും ആക്സെപ്റ്റ് ചെയ്യാണ്ട് ബാക്കിയുള്ളവരുടെ ലുക്സിനെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ബാക്കിയുള്ളവരുടെ ലുക്കിനെ എന്തിനാ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങളുടെ ലുക്ക് ഒന്ന് വേറെ ആയിരിക്കും, ബാക്കിയുള്ളവരുടെ ലുക്ക് വേറെ ആയിരിക്കും. ഒരിക്കലും ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്, ക്രിട്ടിസൈസ് ചെയ്യാനും നിൽക്കരുത്. ബെഗ് ഫോർ അറ്റൻഷൻ, എല്ലാവരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ കാട്ടിക്കൂട്ടെ. എൻ്റെ അമ്മ, ചിലരൊക്കെ അവരുടെ ശ്രദ്ധ, എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പോലും സഹിക്കില്ല. നമുക്ക് ചിലപ്പോൾ ചിരി തോന്നും, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും, ഒരെണ്ണം കൊടുക്കാനൊക്കെ തോന്നും അല്ലേ? നമ്മൾ വെറുതെ കുറേ ഷോ ഓഫ് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും ബാക്കിയുള്ള ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് നമ്മൾ ഓരോന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബിഹേവിയറും, നമ്മുടെ ക്യാരക്ടറും, നമ്മുടെ ലുക്കും, നമ്മുടെ സ്കില്ലും ഒക്കെ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ നമ്മുടെ അടുത്ത് വന്നോളും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിക്കോളും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോമാളിത്തരങ്ങളൊന്നും കാട്ടിക്കൂട്ടരുത് ദയവ് ചെയ്തിട്ട്. സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾക്ക് എപ്പോഴും നല്ല ധാരണയുണ്ടായിരിക്കും അവരുടെ സ്കിൽ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് അവർ വീക്കായിട്ടിരിക്കുന്നത്, അപ്പോൾ ആ സ്കില്ല് ഹൈലൈറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഉള്ളത് തന്നെ പറഞ്ഞാൽ മതിയോ എന്നുള്ളതൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ധാരണ സ്മാർട്ടായിട്ടുള്ളവർക്ക് ഉണ്ടായിരിക്കും. എല്ലാത്തവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവർ സ്മാർട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്കില്ലിനേക്കാൾ ഉപരി അവരില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടും. അവരെ കുറച്ചും കൂടെ
എല്ലാവരും അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പാളിപ്പോവും. ഉള്ള അവർക്ക് നമ്മളിട്ടുള്ള ഇംപ്രഷൻ ഉള്ളതും കൂടെ പോയി കിട്ടും. അപ്പോൾ ഒരിക്കലും സ്കില്ലുകളെ കുറിച്ചിട്ട് നമ്മൾ നുണ പറയാണ്ടിരിക്കുക. സ്കിൽസ് ഇല്ലാത്ത സ്കിൽസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ അറിയുമെന്നൊന്നും ആൾക്കാരെ മുന്നിൽ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയരുത് അങ്ങനെയൊന്നും. അതുപോലെ ആർഗ്യുമെന്റ് ഉണ്ടാക്കുക. ഇപ്പൊ ചില വ്യക്തികളുണ്ട്, രണ്ടുപേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശരി വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുമായിട്ട് ഓവറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് നല്ല രീതിക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, പോകെ പോകെ അതൊരു വഴക്കിലായിരിക്കും അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിലായിരിക്കും അവസാനിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മളെ നിലപാടുകൾ നമ്മളുടേത് മാത്രമാണ്. എല്ലാവർക്കും അതേ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിക്കോളണം എന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോരോ പോയിന്റ് ഓഫ് വ്യൂ ആണുള്ളത്. അപ്പം നമ്മുടെ രീതിക്ക് തന്നെ എല്ലാവരും ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടുള്ള ഒരു അബദ്ധമാണ്. അപ്പോൾ ഒരിക്കലും ഒരു കാര്യത്തിൻ്റെ മേൽ ഓവറായിട്ട് സംസാരിച്ച് അതൊരു വഴക്കിലേക്ക് അവസാനിക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കരുത്. എൻ്റെ അഭിപ്രായം ഇതാണ്, നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ ഓക്കെ ഫൈൻ, അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ്, സ്മാർട്ടായിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഈസി ആയിട്ട് ഒന്നും വിട്ടുകൊടുക്കുന്ന ആൾക്കാരായിരിക്കില്ല. അതായത് നമ്മളിപ്പോൾ ഒന്നിൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു റിസൾട്ട് കിട്ടിയില്ല, നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, കിട്ടിയില്ല. രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റിലും ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സാധാരണ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനി കിട്ടാനൊന്നും പോകില്ല എന്ന് പറഞ്ഞിട്ട് അത് ഗിവപ്പ് ചെയ്ത് കളയും. പക്ഷേ സ്മാർട്ടായിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം ലൈഫ് ലോങ് കൂടെ നിൽക്കുന്ന സന്തോഷങ്ങളും അല്ലെങ്കിൽ ഹാപ്പിനെസ്സും അച്ചീവ്മെൻറ്റ്സും ഒക്കെ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ട് കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഗിവപ്പ് ചെയ്യാണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്കത് കിട്ടത്തുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ കുറേ തവണ അറ്റംപ്റ്റുകൾ നടത്തി കൂടുതൽ ടൈം അതിന് സ്പെൻഡ് ചെയ്ത് എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കുക. ഈസി ആയിട്ട് ഒന്നും അവർ ഗിവപ്പ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്മാർട്ടായിട്ടുള്ള വ്യക്തികളുടെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സ്മാർട്ടായിട്ടുള്ള വ്യക്തികളല്ലെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, താങ്ക് യു.